ഇവിടെ നിജേഷ്, ഈ രൂപത്തിൽ വളരെ ശക്തവും അനുകൂലവുമായൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടതിനെക്കുറിച്ച് ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അരുൺ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയിൽ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് അടിതെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ പറഞ്ഞു വെക്കുന്നതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ബാക്കി ഭാഗം. എന്തു പറയും മറുപടി? അരുൺകുമാറും CPM-ഉം താങ്കളും കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന സമയത്തൊക്കെ അനുകൂലമായ സാഹചര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ ചാനലിൽ എന്ന് ചർച്ചയ്ക്ക് വന്നാലും സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് അനുകൂലമായ സാഹചര്യം എന്നാണ് പറഞ്ഞത്. ഞാൻ പ്രിയപ്പെട്ട അരുൺകുമാറിനോട് വളരെ ലളിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ പറഞ്ഞ ന്യായമൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലിറങ്ങി സാധാരണക്കാരനോട് പറയുക. റേഷൻ കടയിൽ പോകുന്ന, മാവേലി സ്റ്റോറിൽ പോകുന്ന, അങ്കണവാടിയിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന, ഏതെങ്കിലും ഒരു പെൻഷൻ വാങ്ങുന്ന, ശമ്പളം വാങ്ങുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ഒന്ന് അന്വേഷിച്ച് നോക്കുക, നിങ്ങളീ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യമാണോ കേരളത്തിലുള്ളത് എന്ന്. അദ്ദേഹം പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് DA കൊടുക്കാമെന്ന് തീരുമാനിച്ചോ? ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചോ? 3000 കോടി രൂപ കടമുള്ള സപ്ലൈകോയെ രക്ഷപ്പെടുത്താൻ 305 കോടി രൂപ വിലയിരുത്തിയതാണോ? ഇന്ന് ഞാൻ അരുൺകുമാറിനോട് ചോദിക്കുന്നു, തദ്ദേശ 3000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെലവഴിച്ച തുക 18% കോഴിക്കോട് കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടുള്ളത്, വിനിയോഗിച്ചിട്ടുള്ളത്. 503 കോടി രൂപയാണ് ട്രഷറിയിൽ ക്യൂ ആയി നിൽക്കുന്നത്. ട്രഷറിക്കകത്ത് 5 ലക്ഷം രൂപയിൽ കൂടുതൽ മാറ്റരുത് എന്ന് ഓർഡറുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് ബില്ല് കൊടുത്താൽ ആ ബില്ല് അംഗീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ദിവസം കഴിഞ്ഞാൽ ട്രഷറി ബില്ലിൻ്റെ അവസ്ഥ അവസാനിക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ബില്ല് കൊടുക്കണം. ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ കഴിഞ്ഞ കുറേ കാലമായി ട്രഷറിയിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടുന്ന് പൈസ പാസ്സാകുന്നില്ല, പ്ലാൻ ഫണ്ട് കൊടുക്കുന്നില്ല, മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ഇല്ല. 9023 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രതിസന്ധിയുടെ കാരണം കേന്ദ്ര സർക്കാരാണെന്നും അത് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നതും സുപ്രീം കോടതിയിൽ പോകുന്നതും സുപ്രീം കോടതി തന്നെ ചർച്ച ചെയ്യാൻ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ വഴങ്ങുന്നതും. പക്ഷേ അങ്ങനെ കേരളത്തിലെ പൊതു ആവശ്യത്തിൻ്റെ ഒരറ്റത്ത്, ഒരു മൂലയിലോ ഒരു അരികിലോ എങ്ങും നിങ്ങളില്ല എന്നുള്ളത് കൂടി നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമല്ലേ, വിമർശനമല്ലേ? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 9023 കോടി എവിടെ എത്തി? ലൈഫ് ഭവന പദ്ധതി, നേരത്തെ പറഞ്ഞ ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷത്തി ചില്ലാനം ലൈഫ് ഭവന പദ്ധതി വീടുകൾക്ക് എഗ്രിമെന്റ് വെച്ചപ്പോൾ പണം കൊടുത്തത് 18 കോടിയാണ് എന്ന് പറഞ്ഞാൽ 1800 ആളുകൾക്ക്, അതിനപ്പുറത്ത് കൊടുത്തിട്ടില്ല. പറഞ്ഞതിലെ പിശക് നിയമസഭയിൽ മന്ത്രി തന്നെ, കൺസേൺ മന്ത്രി തന്നെ, MP രാജേഷ് തന്നെ തിരുത്തി കണക്ക്. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് അങ്ങനെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് രേഖകൾ ഉയർത്തിക്കാട്ടി മന്ത്രി പറഞ്ഞല്ലോ. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ സൈറ്റ് ഒന്ന് പരിശോധിക്കേ, വീഡിയോ അപ്ഡേറ്റ് ചെയ്യ. അല്ല, പ്രതിപക്ഷ നേതാവിനെ വിട്, നിങ്ങൾ ആ സൈറ്റ് പരിശോധിക്കേ. ഏത് മേഖലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി MP രാജേഷിന്റെ കണക്കുകൾ പ്രകാരം സഭയിൽ പറഞ്ഞ എത്രയാണ് കൊടുത്തത് അത് പറഞ്ഞ അരുൺകുമാർ പറഞ്ഞാൽ മതി. എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്കണവാടിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? മാവേലി സ്റ്റോറിനകത്ത് ഫുഡുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ എന്നൊന്നുണ്ട് എന്ന പ്രശ്നം നിങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ വസ്തുതാപരമായി ഞങ്ങൾ ചോദിച്ചല്ലോ, ഈ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന്. ഏത് വിഷയത്തിൽ? അരുൺ ഒന്നുകൂടി. അല്ല, അരുൺകുമാർ ഇതെല്ലാം കേന്ദ്രം തരാഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടെ അല്ല, ഞാൻ ഇനി ചോദിക്കട്ടെ. കഴിഞ്ഞ തവണ കേരളത്തിന് കിട്ടിയതിൽ നിന്നും 57,400 കോടി രൂപയുടെ കുറവുണ്ടായത്. ആ കുറവ് ഗൗരവത്തോടെ നമ്മൾ എത്രയോ ചർച്ചകളിൽ ചർച്ച ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഈ കേരളത്തിന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ സഹകരണ ഫെഡറലിസം, സാമ്പത്തിക ഫെഡറലിസം തകർത്തു എന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല.
പക്ഷെ CPM-നോട് യോജിച്ച ഒരു സമരത്തിന് തയ്യാറല്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും പറഞ്ഞത്. ഇതേ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് അടക്കം പറഞ്ഞല്ലോ, കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ശക്തമാണ്, മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കടമെടുക്കാനുള്ള തോത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് മാത്രം വെട്ടിക്കുറയ്ക്കുന്നു. ഇവിടെ കേരളത്തിന്റെ പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3.89 കിട്ടിക്കൊണ്ടിരുന്നത് 1.92 വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതൊക്കെ എത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്തു? നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ യോജിച്ച പോരാട്ടത്തിന് തയ്യാറല്ല നിങ്ങൾ. അത് നിങ്ങൾ തന്നെ നേതാക്കന്മാർ സമ്മതിച്ചിരിക്കുന്നു, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ സമരം ഇത്ര ഉജ്ജ്വലമായ സമരമായി മാറിയത്. 14 രാഷ്ട്രീയ കക്ഷികൾ ആ സമരത്തോട് യോജിക്കുന്ന സാഹചര്യം ഉണ്ടായി. പല മുഖ്യമന്ത്രിമാരും നേരത്തെ അത് സൂചിപ്പിച്ചു. നിജേഷ്, രണ്ട് വാചകം കൂട്ടിച്ചേർക്കാൻ എനിക്കൊരു അനുമതി തരണം. അതായത് സുപ്രീം കോടതിക്ക് പോലും, നിജേഷ്, സുപ്രീം കോടതിക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാകുന്നു, ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടും കേരളത്തെ പ്രതിപക്ഷം എടുക്കുന്ന സമീപനമാണ് മനസ്സിലാകാതെ പോകുന്നത്. ഒന്ന്. രണ്ട്, വളരെ സരസമായ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ മോദിയുടെ അടുത്തേക്ക് ഏറ്റവും നല്ലൊരു സൗഹൃദ വിരുന്നിന് പോകാൻ കേരളത്തിൽ അവസരം കിട്ടിയ ആൾ ശ്രീ NK പ്രേമചന്ദ്രൻ MP ആണ്. അദ്ദേഹത്തിന് ആ പോയപ്പോഴെങ്കിലും കേരളത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്നെങ്കിലും പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാലെങ്കിലും നമ്മൾക്കൊരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു എന്ന് വളരെ സരസമായി അതും ഉണ്ടായിട്ടില്ല. അല്ല, അതിന് വേണ്ടല്ലോ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിട്ടാണല്ലോ പിണറായി വിജയൻ അങ്ങോട്ട് പോയിരുന്നത്. അവിടെ വെച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് പിണറായി വിജയൻ പോയ സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാ പ്രേമേന്ദ്രന്റെ പുറകെ പോകുന്നത്? നിതിൻ ഗഡ്കരിക്ക് വിരുന്ന് കൊടുത്തില്ലേ പിണറായി വിജയൻ? അന്നാരെങ്കിലും പറഞ്ഞു? അല്ല, ഞങ്ങൾ പറയുമ്പോ ബാലിശം. നിങ്ങൾ ഈ പ്രേമേന്ദ്രന്റെ പിറകെ കൂടി പണ്ട് ചോദിച്ചായിട്ടാണ് എന്റെ ഓർമ്മ. പുതുവൈപ്പിൻ LNG ടെർമിനൽ, ആ ടെർമിനൽ പലതരത്തിൽ നടക്കാത്ത വിധത്തിലേക്ക് പോയപ്പോൾ അത് കേരളമാണ് ഉത്തരവാദിത്വത്തോടെ അത് ഏറ്റെടുത്ത് പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച് അത് പ്രാവർത്തികമാക്കിയത്. LNG പോലെ, ദേശീയപാത പോലെ പുതുവൈപ്പിൻ എത്ര വലിയ വിവാദ സംഘർഷം നിറഞ്ഞ വാർത്തകളുടെ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച് രാജ്യത്തിന് സമർപ്പിക്കും അവിടെ ഉണ്ടാവേണ്ടത് അതിന് നേതൃത്വം കൊടുത്തൊരു സർക്കാരാണെന്നേ. അപ്പോ അതിന് നേതൃത്വം കൊടുത്തൊരു മുഖ്യമന്ത്രി അവിടെ പോകേണ്ടത് അനിവാര്യമാണെന്നേ. അതല്ലാതെ അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും വിയോജിപ്പുകളും മാറ്റിവെച്ചുള്ള ഊണ് കഴിക്കലല്ലോ. അതേ മുഖ്യമന്ത്രി പോയി ദില്ലിയിൽ സമരം ചെയ്തില്ലേ? അതേ മുഖ്യമന്ത്രി തന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തില്ലേ? അതേ മുഖ്യമന്ത്രിയോടും കേന്ദ്രത്തോടും ചർച്ച ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞില്ലേ? നിജേഷ്, ഞങ്ങളെ സമരത്തിന് സറണ്ടർ ചെയ്യും. ആ സമരം മാത്രമല്ല ഇന്ന് കേരള മന്ത്രിസഭയ്ക്കകത്തിരിക്കുന്ന രാജീവ് സമരം ചെയ്തു. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലെ ബോംബാണ് എന്ന് പറഞ്ഞ് ഇതേ അരുൺകുമാർ എന്റെ മുന്നിൽ ഈ സർക്കാരിന്റെ നേട്ടമായിക്കൊണ്ട് പറഞ്ഞത് ഗെയിൽ. ഈ ബജറ്റിലെ അറിയോ നിജേഷ്, ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതീതി നിർമ്മാണവും വസ്തുതയും രണ്ടാണ് നിജേഷ്. ഒരു വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. താങ്കൾക്ക് നിരാകരിക്കാം. അല്ല, എനിക്ക് നിരാശയില്ല. ഞാൻ അന്നും പറഞ്ഞു, നിരാശയല്ല ഞാൻ ജോർജ് തോമസ് കൊടിയത്തൂരിൽ ഞാൻ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രാജീവ് എറണാകുളത്ത് ഗെയിലിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. S ശർമ്മ വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. എത്രയോ ആര് മാപ്പ് പറഞ്ഞു? എത്രയോ കാലം പബ്ലിക് ഡൊമൈനിൽ തീർന്നില്ല. ഈ ബഡ്ജറ്റിലെ ഏറ്റവും ആ വെല്ലുവിളി അരുൺകുമാർ ഞാൻ ഏറ്റെടുത്തു. ഞാൻ അയച്ചു തരാം. ഇപ്പൊ എന്റെ ഫോണിലില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സമയം വെച്ചോ? അരുൺകുമാർ സമയം വെച്ചോ? അരുണിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണ്? അരുണ് സമയം വെച്ചോ? അവിടെ വന്ന് കാണിക്കാം. വേണ്ടാന്ന് അയക്കാന്നല്ലേ ശ്രീ പി രാജീവ് നമ്മുടെ മിനിസ്റ്റർക്കെതിരെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണം UDF എപ്പോഴും ഉന്നയിക്കാറുണ്ട്. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ഒരു വ്യക്തിക്ക് തന്നെ മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. കാരണം തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണം കോൺഗ്രസുകാർ കുറച്ച് നാളായി ഉന്നയിക്കുന്നതാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ടൊരു തെളിവ് നിജേഷ് ധൈര്യമുണ്ടെങ്കിൽ അരുൺകുമാർ എഴുതി വെച്ചോ?
കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ ഇത് പി. രാജീവിനെ കുറിച്ചല്ലേ നിങ്ങൾ സംസാരിച്ചത്? സമരത്തിൽ എറണാകുളത്തെ സമരത്തെ കുറിച്ചല്ലേ? ജോർജ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് സമരത്തിൽ നിജേഷ്? ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിജേഷ് അതല്ലല്ലോ തർക്കം. രാജീവ് സഖാവ് എറണാകുളത്തെ സമരത്തിൽ നിന്നാണ് താങ്കൾ പറഞ്ഞത്. അതേക്കുറിച്ച് സംസാരിക്കും. പി. രാജീവിനെതിരെ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീ പി. രാജീവിനെതിരെ ഉന്നയിച്ച ആരോപണം നയമാണ് പറഞ്ഞത്. അരുൺ കടുപ്പിക്കുകയാണ്, വിടുന്ന ഭാവമില്ല. ഞാൻ ഏറ്റെടുത്തു, ഞാൻ അയച്ചു തരാം. അല്ല, ഇടതുപക്ഷത്തിന്റെ നയം ഞാൻ പറഞ്ഞോളാം. അതിനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ശരി അരുൺ, അയക്കൂ, ധൈര്യമുണ്ടെങ്കിൽ അയക്കൂ, നിങ്ങൾ അയക്കൂ. ഫാബ്രിക്കേറ്റ് ചെയ്ത് പോയി ഉണ്ടാക്കാൻ വേണ്ടി സമയം ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അയക്കൂ, നമുക്ക് നോക്കാം. അല്ല, ഉണ്ടാക്കേണ്ട സമയം പലർക്കും മാപ്പ് പറഞ്ഞു പോകേണ്ടി വന്നേ. കഴിഞ്ഞ മാസം ആർക്കും മാപ്പ് പറയേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ മാസം ഒരാൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് മാപ്പ് പറയേണ്ടി വന്നു എന്ന ഉത്തരവാദിത്വത്തോടെ അരുൺ പറയുന്നു. ആര്? ഞാൻ മാപ്പ് പറയില്ല. അയച്ചു തന്നേക്കാം. നിങ്ങളല്ല ഇങ്ങനത്തെ. അരുൺ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഞാനത് ആവർത്തിക്കുന്നു. നിങ്ങൾ എന്താ പറയാമെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡിലെ അംഗത്തിന് മാപ്പ് പറയേണ്ടി വന്നു. പേര് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ല, നിങ്ങൾ കേൾക്കണോ? ഞാനതിൽ മാപ്പ് പറയാൻ തയ്യാറല്ല. പി. രാജീവ് പങ്കെടുത്ത സമരത്തിന്റെ നോട്ടീസ് അരുൺകുമാർ ഞാൻ അയച്ചു തന്നേക്കാം. അല്ലെങ്കിൽ കൈരളി ചാനൽ അപ്പീൽ കിട്ടും. എന്റെ അരുൺകുമാർ ഈ ബഡ്ജറ്റിനെ പറ്റി പറയും. നോട്ടീസായി. ഈ ബഡ്ജറ്റ് വിദേശ തന്നെയാണ് അവിടേക്കൊക്കെ പോയത്. പോയി നോട്ടീസായി. അതെ, അല്ലെ? നിജേഷിന്റെ കേസ് വീക്കായി, അതാണ് അരുൺ പറയുന്നത്. പങ്കെടുക്കുക. നിജേഷിന്റെ കേസ് വീക്കായി എന്നാണ് അരുൺ പറയുന്നത്. അല്ല, അരുൺ അഡ്വക്കേറ്റ് ആണ്. അരുൺ വീക്കായി തോന്നും. ഞാൻ പറഞ്ഞു, ഞാൻ അയച്ചു തരാം, ഞാൻ പ്രൂവ് ചെയ്യാം. അതിനപ്പുറത്ത് ഞാൻ എന്താ പറയാ? അല്ല, പക്ഷേ അരുണിന്റെ ഇപ്പോ ഞാനത് വിടാം, നമുക്കത് വിടാം. നിജേഷിന്റെ ഈ ആർഗ്യുമെന്റ് ഏറ്റെടുത്ത് പറഞ്ഞു നടന്ന ആർക്കോ അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞ മാസം മാപ്പ് പറയേണ്ടി വന്നു എന്ന ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അതിന് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വവും ആധികാരികതയും തോന്നും. അതാണിപ്പോൾ അരുൺ ചെയ്തത്. അരുൺ അത് പലതവണ ആവർത്തിച്ചു. അതൊരു മാധ്യമ പ്രവർത്തകനാണ്, തെറ്റായ പ്രചാരണം നടത്തിയ ആൾക്ക് മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ ആ വഴിയിൽ നിജേഷ് ഉന്നയിച്ച ഈ ആരോപണം അതൊരു വിഷയമായ ഗൗരവമായ കാര്യമൊന്നുമല്ല. എങ്കിലും താങ്കൾ തന്നെയാണ് അത് എടുത്തിട്ടത്, അതുകൊണ്ട് അതിലേക്ക് പോയെന്ന് മാത്രം. ഞാൻ പറഞ്ഞത് ഞാനതിൽ വേറൊരു തരത്തിൽ കാണുന്നയാളാണ്. ഞാൻ വരാം രണ്ടുപേരിലേക്കും. നിങ്ങൾ രണ്ട് യുവ നേതാക്കൾ അവസാനത്തെ ചർച്ചയല്ല എന്നാണ് എന്റെ വിശ്വാസം.